നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 30/7/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ വീണ്ടും കേരളത്തിൽ പറന്നുയർന്നിരിക്കുകയാണ് സ്വർണ്ണവില. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മേലോട്ട് പൊങ്ങിയിരിക്കുകയാണ് സ്വർണ്ണവില. 1 ഗ്രാമിൻ്റെ മുകളിൽ ഇപ്പോൾ 75 രൂപ, ഒരു പവന് മുകളിൽ 600 രൂപയാണ് ഇന്ന് സ്വർണ്ണവില കൂടിയിരിക്കുന്നത്. ഈ വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 13,230, ഒരു പവൻ 1,05,840. അതുപോലെ 24 ക്യാരറ്റ് 14,433, ഒരു പവൻ 1,15,464. അതുപോലെ 18 ക്യാരറ്റ് 10,825, ഒരു പവൻ 86,600. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ പണനയം പ്രഖ്യാപിച്ചതാണ് സ്വർണ്ണവില തിരിച്ചു കയറാനുള്ള ഊർജിതമായത്. മുന്നോടിയാണ് ആഭ്യന്തര വിലയും സ്വർണ്ണവില കൂടിയത്. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 283, RSS 5 കിലോ 279, ലാറ്റക്സ് 60 DRCയുള്ള 196 രൂപ 55 പൈസ, ISNR 20 250. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 283, RSS 5 കിലോ 279. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 272. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ RSS 4 1 രൂപയാണ് കൂടിയത്. RSS 5 മാറ്റമില്ലാതെ. ISNRനും 1 രൂപയാണ് കൂടിയത്. ലാറ്റക്സിനും വില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നത്തെ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുല്ലൂരിൻ്റെ വില നോക്കിയാലോ. ഗ്രേഡ് RSS 4 കിലോ 277, RSS 5 272, ലൂസ് ഷീറ്റ് കിലോ 264, ലോട്ട് കിലോ 235. ഒട്ടുപാൽ നോക്കുമ്പോൾ 154 മുതൽ 171 രൂപയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുല്ലൂരിൻ്റെ വില. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഇപ്പോൾ ഓഗസ്റ്റ് 3 മുതൽ 7 വരെ 5 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ലാറ്റക്സ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. ലാറ്റക്സ് കളക്ഷൻ, പ്രിസർവേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, കോമ്പൗണ്ടിങ് ഇൻഗ്രീഡിയൻസ്, ലാറ്റക്സ് കോമ്പൗണ്ടിങ് പ്രോഡക്റ്റ് ഡിസൈൻ. അത് റബ്ബർ ഗ്ലൗസും റബ്ബർ ബാൻഡും ഫോം റബ്ബറും അഡ്ഹീസീവ് ബലൂൺസ്, കോയർ ഫോം ആൻഡ് കാർപ്പറ്റ് എക്സെട്ര ഇങ്ങനെയൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്പർ നോട്ട് ചെയ്തു: 96 97 48 7209. ലഹരിക്കെതിരെ വൻ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതിനായി ലഹരി തൂഫാൻ എന്ന പേരാണ് ഇട്ടത്. ഇനി മറ്റൊരു പ്രോജക്റ്റുമായി കേരളത്തെ പൂർണ്ണമായ അഴിമതി വിമുക്തമാക്കിയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്റ്റ് 0 പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല നിർവഹിച്ചു. വിജിലൻസ് കമാൻഡോ ബാഡ്ജ് അണിയിച്ച് ചലച്ചിത്ര നടൻ നിവിൻ പോളിയെ സംസ്ഥാനത്തെ ആദ്യത്തെ വിജിലൻസ് കമാൻഡോ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. യുവജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനാണ് വിജിലൻസ് കമാൻഡോ ക്യാമ്പയിൻ തുടങ്ങുന്നത്. വിവിധ കോളേജുകളിലും സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തി അഴിമതിക്കെതിരായ ശക്തമായ ജനകീയ സേന രൂപീകരിക്കും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഉദ്ഘാടനം. അതിന് നല്ല കാര്യമാണ്. കാര്യം സേവനം ജനങ്ങൾക്ക് സൗജന്യം തന്നെയാണ്. അഴിമതിക്കാരെ ശക്തമായി ക്രൂശിക്കുകയും നല്ല രീതിയിൽ നടപടിയെടുക്കുകയും വേണം. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.